എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1853 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഡോക്ടർ ഗോപികൃഷ്ണനോടൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ്. ഇന്നത്തെ ഗോപികൃഷ്ണൻ സാറിനോടൊപ്പമുള്ള ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോപികൃഷ്ണൻ സാറ് പാലക്കാട് ജില്ലയിൽ DMO ആയി ഇരുന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തു. സാറ് പല ഹോസ്പിറ്റലുകളിലും വിസിറ്റിംഗ് ഡോക്ടറായിട്ടും ഒക്കെ പല സമൂഹത്തിൽ നാനാ തുറകളിലും പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ബാഷ് ഫ്ലവർ റെമഡി നല്ല രീതിയിൽ രോഗികളിൽ പ്രയോജനപ്പെടുത്തുകയും അത് ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും സാറ് അതിനെക്കുറിച്ചായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുക. എന്തായാലും വളരെ സ്നേഹപൂർവവും ആദരപൂർവവും ഗോപികൃഷ്ണൻ ഡോക്ടർ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. സാറേ, ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കൂടി. നമ്മുടെ എല്ലാവർക്കും അറിയാം, നാളെ നമ്മുടെ വെബിനാർ 5 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷം നമ്മൾ കൊച്ചി താജ് വിവാന്തയിൽ വെച്ച് നടക്കുകയാണ്. ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ റെഡിയായി കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ എല്ലാവരും റെഡിയായി നാളെ അവിടെ എത്തണം. നമുക്ക് അവിടെ കാണാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുത്ത് ഈ നമ്മുടെ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നമ്മൾ വീണ്ടും മുഖാമുഖം കാണുകയാണ്. എൻ്റെ വന്ധ്യപിതാവ് അപ്പുക്കുട്ടൻ മേനോനെ എൻ്റെ ഈ ജന്മത്തിലെ ഗുരുനാഥയായ മാതാപിതാക്കളുമായി സ്മരിച്ചുകൊണ്ട് നമ്മുടെ ബാഷ് ഫ്ലവർ റെമഡീസിൻ്റെ തുടർ പഠനം ആരംഭിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ബാഷ് ഫ്ലവർ റെമഡീസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരിൽ 7 തരം ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ആ 7 തരം പേഴ്സണാലിറ്റി നമ്മൾ 3 കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 4-ാമത്തെ 5-ാമത്തെയാണ് ഇന്ന് എടുക്കുന്നത്. ഇതിൽ നമുക്ക് 7 തരം പേഴ്സണാലിറ്റീസിൽ വരുന്നതിൽ ആ 7 തരത്തിലുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ആ 7 ഏത് മരുന്നാണ് വരുന്നത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏതുതരം ഫിസിക്കൽ ഡിസീസ് ആയാലും ശരി, മെൻ്റൽ ഡിസീസ് ആയാലും ശരി, നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും തോറും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും തോറും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഡെയിലി പ്രാക്ടീസ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ബാഷ് ഫ്ലവർ റെമഡീസിൻ്റെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ബാഷ് ഫ്ലവർ റെമഡീസിൻ്റെ ഓയിൻമെൻറ്റ്, അതായത് റെസ്ക്യൂ റെമഡി ഓയിൻമെൻറ്റിൻ്റെ വില കണ്ട് ഞാൻ ഇന്ന് ഞെട്ടിപ്പോവുക ചെയ്തത്. 3000 രൂപയൊക്കെയാണ് ബാഷ് ഫ്ലവർ റെമഡീസിൻ്റെ റെസ്ക്യൂ റെമഡി ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി ഇതിലൊന്നും സർക്കിളിലൊന്നും ഓയിൻമെൻറ്റ് അവൈലബിൾ അല്ല. റെഡിമെയ്ഡ് ഓയിൻമെൻറ്റിന് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിലെ വിലയാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നാളത്തെ മെഗാ പ്രോഗ്രാമിലേക്ക് എല്ലാ ആശംസകളും പാലക്കാട്ടിലെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ നേർന്നുകൊള്ളുന്നു. നല്ല വൻ വിജയമാവട്ടെ എന്ന് പറയുന്നുള്ളൂ. ഇനി നമ്മൾ എടുക്കുന്നത് ബാഷ് ഫ്ലവർ റെമഡീസിന് നമുക്ക് ലോൺലിനെസ്, അതായത് ഏകാന്തത അനുഭവിക്കുന്ന രോഗികളിൽ നമുക്ക് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാം. ഏകാന്തത അതിൽ 3 റെമഡീസാണ് പറയുന്നത്. ഒന്ന് വാട്ടർ വയലറ്റ്, ഒന്ന് ഇംപേഷ്യൻ, ഒന്ന് ഹീതർ. ഈ വാട്ടർ വയലറ്റ് എന്നത് നമ്മൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ. ഏകാന്തത നമ്മൾ മലയാളത്തിൽ പാട്ടുള്ളവർ ഏകാന്ത പ്രതികന്യ എന്ന് പറഞ്ഞ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥയിലും അസുഖമുള്ള സമയത്തും ഇവർ ശാന്ത സ്വഭാവക്കാരായിരിക്കും. വളരെയധികം അഗ്രസീവ് ക്യാരക്ടർ ഒന്നുമല്ല. വളരെ പൾസാറ്റില പേഷ്യൻ്റെമാർ വളരെയധികം ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും. ലോൺലിനെസ്, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഇവർ ശാന്ത സ്വഭാവക്കാരാണ്. അധികം സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് ഇവർ. വളരെ
മൈൽഡായിട്ട് സംസാരിക്കുക. നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ, എനിക്കറിയില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയാലും, ചിലർ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കും. നമ്മൾ പറയുന്നത് അവർ കേൾക്കും, പ്രിസ്ക്രൈബ് ചെയ്യും, കുണുകുണു എന്താ ഡോക്ടർ പറയുന്നത്. അപ്പം അങ്ങനെ വളരെയധികം മൈൽഡായിട്ട് നമുക്ക് അവർ സംസാരിക്കുന്ന പോലെ അവർക്ക് തന്നെ കേൾക്കാമെന്ന് അറിയില്ല. അങ്ങനെ വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ളതാണ് വാട്ടർ വയലറ്റ്. ശാന്ത സ്വഭാവമുള്ളവരാണ്. സൗമ്യ സ്വഭാവക്കാർ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. പക്ഷെ വളരെ കുറച്ച് സംസാരിച്ചാൽ ആ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായ കാര്യങ്ങളായിരിക്കും, പോയിന്റഡ് ആയിരിക്കും. അല്ല വളരെ ലാക്ടോസിസ് പേഷ്യന്റുമാര് കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിലേക്ക് ഉള്ള യാത്രമാരി ആയിരിക്കില്ല. വളരെയധികം പ്രിസൈസ് ടോക്കിംഗ് ആയിരിക്കും. ഇവർ സ്വന്തമായി വാട്ടർ വയലറ്റ് മരുന്നിന്റെ പേര്. ഇംപേഷ്യന്റ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞല്ലോ. ഇംപേഷ്യന്റ് ഹീതർ, HEATHER, ഹീതർ. അപ്പൊ നമുക്ക് ഏകാന്തത എന്ന് പറഞ്ഞാൽ ഡിപ്രഷനിലൊക്കെ വരുന്നവർ സ്വന്തമായിട്ട് നമ്മൾ കാണുന്നത്, ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ സ്വന്തമായ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരാണ്. വാട്ടർ വയലറ്റ് കഴിവുള്ളവരാണ്, സ്വാശ്രയശീലമുള്ളവരാണ്, വളരെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ്. മറ്റുള്ളവർ എന്താ അഭിപ്രായം പറഞ്ഞാലും ഇവർക്ക് ഇവരുടേതായ തീരുമാനങ്ങളും ഇവരുടേതായ കാര്യങ്ങൾ നോക്കാൻ ഇവർ പ്രാപ്തരാണ്. മറ്റുള്ളവരെ നിങ്ങൾ അകന്നു നിൽക്കുന്ന പ്രകൃതം. അപ്പൊ ഇവര് ബാക്കിയുള്ളവരായിട്ട് അധികം മിങ്കിൾ ചെയ്യില്ല. അപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അതൊന്ന് മാറി നിൽക്കുന്ന. അപ്പൊ നമുക്ക് വേഗം മാത്രം ആൾക്കാരെ കണ്ടുപിടിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നവരെ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആ ഒബ്സർവേഷത്തിന് മനസ്സിൽ ഇവർ വാട്ടർ വയലറ്റ് ക്യാരക്ടർ ആയിരിക്കാം എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഞാൻ പണ്ട് കുറിച്ചി ഹോമിയോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിൽ CMOട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസിന് നമ്മൾ പഠിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോ മെഡിസിൻസിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് റോഡിലേക്ക് നോക്കി ഓരോ വരുന്ന ആൾക്കാരെയും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തരം പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചാരി നിൽക്കുന്ന, അല്ലെങ്കിൽ കാല് പുറകോട്ട് മടക്കി വെച്ച് നിൽക്കുന്ന സൾഫർ പേഷ്യൻ്റ്, ഫോസ്ഫറസ് പേഷ്യൻ്റ്, അങ്ങനത്തെ പലരെയും കാണാൻ പറ്റും. റാഗഡ് ഫിലോസഫറായ സൾഫറെ കാണാൻ പറ്റും. നമുക്ക് ആഴ്സനിക് ആൽബ് പേഷ്യൻ്റ്, ടിപ്പിക്കൽ കെയിനി ഹെഡർ പേഷ്യൻറ്റിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ക്യാരക്ടറെയും നമുക്ക് പബ്ലിക്കിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന പറയുന്നത്. അപ്പോൾ അത്രയും ഒബ്സർവേഷൻ പവർ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം ഹോമിയോ ഡോക്ടർമാർ. ഒരു ചെസ് കളിക്കാരൻ്റെ ഇൻ്റലിജൻസ് വേണം. ഹോമിയോപ്പതി ഈസ് നോട്ട് ഫോർ ദി ഡള്ളാർഡ്സ്, ഇറ്റ് ഈസ് ഫോർ ദി ഇൻ്റലക്ച്വൽസ് എന്നാണ് നമുക്ക് കോര സാർ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്ന സമയത്ത് പറഞ്ഞത്. നല്ല ശക്തിയും കൂർമ്മ ബുദ്ധിശക്തി ഉള്ളവർക്കുള്ളതാണ്. അല്ലെങ്കിൽ ജനറലായിട്ട് വെറുതെ സ്പെസിഫിക്കായി പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് പഠിക്കുന്നവർക്കെല്ലാം നല്ല രീതിയിൽ ചെസ്സിലെ കരുക്കൾ നീക്കുന്ന മാതിരിയുള്ള കരുക്കൾ നീക്കാൻ പ്രാപ്തരായവർക്കുള്ള ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വാട്ടർ വയലറ്റ് ഏകാന്തത ഇഷ്ടപ്പെടുന്നവര്, മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രകൃതം, ആളുകളെ ഒറ്റയ്ക്ക് വിടുന്ന തൻ്റെതായ വഴിക്ക് പോകുന്നത്. അവർക്ക് നമ്മൾ തമിഴിൽ ഏൻ വഴി തനി വഴി ഒരു തമിഴൊരു ചൊല്ലുണ്ട്. അതേമാതിരി ഇവരുടേതായ രീതിയിൽ മാത്രമേ പോകുള്ളൂ. അവരാരെയും ഇവർക്ക് മറ്റുള്ളവർക്ക് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇവർ കഴിവുള്ളവരും മിടുക്കന്മാരുമാണ് വാട്ടർ വയലറ്റ്. അപ്പം നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലാണ് അവരെ മറുപടി പറയുള്ളൂ, അല്ലെങ്കിൽ അവർ വളരെ കുറച്ചേ പറയുള്ളൂ എന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പറഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് എന്തെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഉള്ളതാണോ. ബാക്കിയുള്ളവരുടെ ഫിസിക്കൽ ക്യാരക്ടർ, മെന്റൽ ക്യാരക്ടർ ഒക്കെ ഒബ്സർവ് ചെയ്യുക. ഈ മരുന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഇംപേഷ്യൻസ് നെക്സ്റ്റ്. ലോൺലിനെസ്സിൽ വരുന്ന നമ്മൾ ഇംപേഷ്യൻ എന്നുള്ള മരുന്ന് കൊണ്ടുതന്നെ എങ്ങനെയാണ് ഈ ലോൺലിനെസ്സും ഈ ഇംപേഷ്യൻ തമ്മിൽ എന്താ കണക്ഷൻ എന്നുള്ള നമ്മൾ വിചാരിക്കും. പക്ഷെ ലോൺലിനെസ്സിന് പറ്റിയൊരു മരുന്ന് തന്നെയാണ് ഇംപേഷ്യൻ. പ്രവൃത്തിയിലും ചിന്തയിലും വേഗത. അതിന് നമ്മളെ ഹോമിയോപ്പതിയിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മരുന്നുണ്ട്, ആർജിനൈട്രിക്കം. വളരെ സ്ലോ ആണ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ അർജന്റൈറ്റിക് സ്ലോ തിങ്കിങ് ആണ്. പ്രവൃത്തിയിലും ചിന്തയിലും വേഗതയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നവർ. ഇവർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, അപ്പോൾ വളരെ ഫാസ്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് ഇതാക്കും. നമ്മൾ ഒരു ചെറിയ സ്ലോനെസ്സോട് തിങ്ക് ചെയ്യണം, സ്ലോനെസ്സോട് കൂടിയിട്ട് കാര്യങ്ങൾ ഇതാക്കാൻ പറ്റുള്ളൂ.
അതായത് വളരെ ഫാസ്റ്റായി ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നമ്മൾ ചെന്നുപെടും. അപ്പോൾ അത്ര അപകട പ്രകൃതിയുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ ഇംപേഷ്യൻസ് ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ 2-3 ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഡോക്ടർമാരോടും ടേക്ക് എ ഡോസ് ഓഫ് ഇംപേഷ്യൻറ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ് ഓർ ആഫ്റ്റർ വേക്കിംഗ് അപ്പ്, 1 ഡോസ് ഇംപേഷ്യൻറ്റ് ആൻഡ് യു വിൽ ബി ഹാപ്പി ത്രൂ ഔട്ട് ദ ഡേ എന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ റിസൾട്ട് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അഭിപ്രായങ്ങൾ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നുണ്ട് ക്ലാസ്സിൻ്റെ അവസാനത്തിൽ. കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നവർ, മടി കൂടാതെ ഉടൻ കാര്യങ്ങൾ ചെയ്യുന്നവർ, അസുഖത്തിൽ മനസ്സ് തിടുക്കത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കും. ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാലോ മറ്റേ നമ്മുടെ ശരീരത്തിൽ ഉറുമ്പ് കടിച്ച മാതിരിയാണ്. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, അവിടെ പോവാ എന്നുള്ള ധൃതി കാണിച്ച് ആകെ കൊളാക്കി തരും. അത്രയും ഫാസ്റ്റാണ് ഇവരുടെ കാര്യം. അയ്യോ എനിക്കത് തോന്നുന്നു, എനിക്കിത് തോന്നുന്നു, എന്നെ ഉടനെ ഡോക്ടറെ കാണിക്കുക, നിങ്ങൾ എന്താ ഇങ്ങനെ ഇതാക്കണം. അത്രയും ഫാസ്റ്റ് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ വളരെ മനസ്സ് അവരുടെ വളരെ ഇറിറ്റബിൾ ക്യാരക്ടറായിട്ട് മാറുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇവരുടെ കൂടെ മറ്റുള്ളവരുണ്ടെങ്കിലോ പതുക്കെ പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇവർക്ക് അവരെ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അയ്യോ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി കേൾക്ക്, നമുക്ക് ഇത് ഈ പണി കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തണ്ടേ, അല്ലെങ്കിൽ വേഗം നമുക്ക് ബസ് പിടിക്കണ്ടേ, നിങ്ങളിങ്ങനെ ഇതാ ശരി. പതുക്കെ പ്രവർത്തിക്കുന്നവർ, ചിന്തിക്കുന്നവർ എന്നിവരോട് ഇവർക്ക് ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവരുടെ ഈ സ്വഭാവം കാരണം ഇവർക്ക് സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്നവരും സ്ലോ ആയി ചിന്തിക്കുന്നവരോട് കൂടെ വർക്ക് ചെയ്യാൻ ഇവർക്ക് വളരെയധികം പ്രയാസമാണ്. ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശരിയല്ല. അവരെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവർ അത് മാത്രമല്ല, അവരെ ചേഞ്ച് ചെയ്യാൻ നോക്കും ഓരോ ക്യാരക്ടറെ. നമുക്ക് ആർക്കും ഒരാളെ സ്വഭാവം മാറ്റാൻ സാധിക്കില്ല, അല്ലേ? അത് ശ്രദ്ധിച്ചോളണം. നമുക്ക് ആദ്യം സ്വയം നന്നാവാൻ, മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഇഷ്ടപ്പെടുന്നവർ. ഇംപേഷ്യൻസ് എന്നുള്ളത് അവരെ ആരെങ്കിലും തിരുത്താനൊന്നും പറ്റില്ല. ഇവർ ഇംപേഷ്യൻസ് ക്യാരക്ടറുള്ളവരെ ഇവർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ളവർ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നവരാണ് ഇവർ. എല്ലാം ഫാസ്റ്റായി ചെയ്യും ഇവർ, പക്ഷെ അത് കറക്റ്റും ആയിരിക്കും. ഇംപേഷ്യൻ എന്നുള്ള റെമഡി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ആങ്കർ ഇമ്പോർട്ടൻസ് ഉള്ള ട്രക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയം വരികയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കയ്യിൽ ഇംപേഷ്യൻ എന്നുള്ള ട്രക്ക് കഴിച്ചു നോക്കും. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ മനസ്സ് നമ്മളെ അലകളിങ്ങനെ ഉയർന്നു നിൽക്കുന്ന കടലിന് ശാന്തത വന്നമാതിരി നമ്മുടെ മനസ്സ് ശാന്തതയിലേക്ക് തീർച്ചയായിട്ടും പോകും. അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്ന വളരെയധികം വികൃതി കേട്ടുന്ന പിള്ളേർ, വളരെയധികം ചാടി ഓടി കുരങ്ങന്മാരെ കാണിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെ അവർക്ക് ഒരു ഡോസ് ഇംപേഷ്യന് കൊടുത്തു നോക്കും. അവർ പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ക്വയറ്റായിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഇംപേഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇനി ലോൺലിനെസ്സിന് 3ാമത്തെ മരുന്നാണ് ഹീതർ. ഹീതർ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്സിൽ തന്നെ ഒരു പ്രത്യേക സ്വഭാവമുള്ള ക്യാരക്ടറാണ്. മറ്റുള്ളവരുടെ സാന്നിധ്യം എന്നും കാക്ഷിക്കുന്നവർ. ഇവർക്ക് മറ്റുള്ളവരുടെ സാന്നിധ്യമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഹീതർ എന്നുള്ള മരുന്ന്. Those who are always seeking the companionship of anyone who may be available as they find it necessary to discuss their own affairs with others. ഇവർക്ക് എപ്പോഴും ഒരാളുടെ സാന്നിധ്യം ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ആരെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടോ, അത് ഇന്ന വ്യക്തി എന്ന് വേണമെന്നില്ല, അല്ലെങ്കിൽ ഇന്ന സ്വഭാവക്കാരമാണെന്നില്ല, അല്ലെങ്കിൽ അവനവൻ്റെ സ്റ്റാറ്റസിനെ പറ്റിയ ആൾക്കാരാണോ എന്നുള്ള വിചാരമൊന്നുമില്ല. ഏത് ആളോടും ഇവർ കമ്പാനിയൻഷിപ്പിലേക്ക് പോകും. എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുവർ. മറ്റുള്ളവരുടെ സാന്നിധ്യം എന്നും കാക്ഷിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ. അത് ആരായാലും വിരോധമില്ല അവർക്ക്, ഒരു വിരോധമില്ല അവർക്ക്. ഏത് ചാക്കനും പോക്കനായാലും ശരി, ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരോട് മിങ്കിൾ ചെയ്തോളും. അവനവൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുകാരെയായാലും നാട്ടുകാരെയായാലും കുടുംബക്കാരെയായാലും ഒക്കെ ഡിസ്കസ് ചെയ്യും, തുറന്നു പറയുക. ശരിക്കും നമ്മുടെ കാര്യങ്ങൾ അവരോട് പങ്കുവയ്ക്കാൻ താല്പര്യം. ഇവർ ശരിക്കും പറഞ്ഞാൽ ഓട്ടമായാന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത വീട്ടുകാര്യങ്ങളും അല്ലാത്ത ഇന്റർനാഷണൽ കാര്യങ്ങളായാലും ഒക്കെ ഇവർ തുറന്ന് ഈ നമ്മുടെ മുന്നിലിരിക്കുന്നവരോട് തുറന്നു പറയാനുള്ള സ്വഭാവക്കാരാണ് ഹീതർ എന്നുള്ളത്. അത് എത്ര വലുതോ ചെറുതോ ആയ കാര്യങ്ങളായും ഇവർക്ക് ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നവരല്ല. അതാണ് ഈ ലോൺലിനെസ്സിൻ്റെ ഇതിൽ വരാതെ കാരണം. ഇവർക്ക് ഒറ്റയ്ക്ക് പറ്റിയില്ല.
ഇവര് ഒരു റൂമിലിട്ട് പൂട്ടി നോക്കൂ, ഇവര് ക്ലസ്ട്രോഫോബിയമാരെയാണ്. ഇവർക്ക് ആ ഒരു ക്ലോസ് അറ്റ്മോസ്ഫിയർ ഒന്നും ഇവർക്ക് പറ്റില്ല. അവര് ബഹളം വെച്ച് വാതിൽ പൊട്ടിച്ച് തുറന്ന് ബഹളം പുറത്ത് വരും. ദേ നീഡ് കമ്പനി ആൾവേസ്. ഇവർക്ക് ഒറ്റയ്ക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റുന്നവരല്ല. അത് അവരിൽ വളരെ ദുഃഖമുണ്ടാക്കും. അവർക്ക് ഇങ്ങനെ കുറേ നേരം അവരെ പിടിച്ച ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ അതിനെ ക്രമേണ ചെറിയൊരു ഡിപ്രഷനിലേക്ക് പോയി വരും, ഈ ലോൺലിനെസ്സിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ. അപ്പോൾ 3 ഡ്രഗാണ് നമുക്ക് ലോൺലിനെസ് പറയുന്നത്. ഒന്ന് ഹീറ്റർ, ഒന്ന് ഇംപേഷ്യൻ, ഒന്ന് വാട്ടർ വയലറ്റ്. ഇനി അടുത്തത് ഫോർ ഡെസ്പോണ്ടൻസി ഓർ ഡെസ്പയർ. 7 മെയിൻ ക്യാരക്ടേഴ്സിൽ നാലാമത്തെ അല്ല 5ാമത്തെ നമ്മൾ എടുക്കുന്നത് നിരാശ. അതിൽ 3 മരുന്നുകൾ: ലാർക്ക്, LARCH ലാർക്ക്, PINE പൈൻ, പിന്നെ M എന്നുള്ള മരുന്ന് ELM. അങ്ങനെ 3 മരുന്നാണ് ഇതിലുള്ളത്. നമുക്ക് ലാർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ എടുത്തിട്ടുണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മ, സ്റ്റേജ് ഫ്രൈറ്റിന് ഉപയോഗിക്കാം, എക്സാമിനേഷൻ ഫിയർ ഉപയോഗിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ അവിടെ പോയി എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യും എന്നുള്ള ചിന്ത കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം. സ്റ്റേജ് ഫ്രൈറ്റ്, എക്സാം ഫിയർ, ഇൻ്റർവ്യൂ പോകുന്നവർ, ഇതൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവക്കാർക്കൊക്കെ അവരെ മൈൻഡ് സ്റ്റഡിയാക്കാനായിട്ട് കൊടുക്കുന്ന മരുന്ന് ലാർക്ക് എന്നുള്ള മരുന്ന്. അതേ ഗ്രൂപ്പിൽ പെടുന്നതാണ് മിമിലസും. മിമിലസ് നമുക്ക് എക്സാം ഫിയറിന് കൊടുക്കാം, സ്റ്റേജ് ഫ്രൈറ്റിന് കൊടുക്കാം. മിമിലസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേടിയാണ്. സ്റ്റേജിൽ എങ്ങനെ എനിക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെ ഞാൻ എൻ്റെ സ്പീച്ച് ഉൾക്കൊള്ളും, എനിക്കത് പറ്റില്ല ഒരു ഭയം, ഉൾഭയം, പിക്സൽ ഫിയർ. അപ്പോൾ അതും ലാർക്കും മിമുലസും ഒക്കെയാണ് നമ്മൾ സ്റ്റേജ് ഫ്രൈറ്റ്, എക്സാം ഫിയർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ കൊടുക്കുന്ന കോമ്പിനേഷൻ ട്രക്കിൽ വരുന്നതാണ്. വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ് ശരിക്കും പറയുന്നത്. നമ്മളെ പൾസാറ്റിലെ ക്യാരക്ടറിനുണ്ട് അതേമാതിരി. പൾസാറ്റിലെ ക്യാരക്ടറിനെ ഒരു കോൺഫിഡൻസ് ആക്കുന്നത് പൾസാറ്റിലൂടെ ക്രോണിക്കായ സിലിക്കയാണ്. പൾസാറ്റിൽ ഇങ്ങനെ വേവറിങ് ക്യാരക്ടറാണ്. ആ വേവറിങ് ക്യാരക്ടർ പൾസാറ്റിൽ ആ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് സിലിക്ക എന്നുള്ള സാൻറ്റാണ്. അങ്ങനെയാണ് പൾസാറ്റിലെ ക്രോണിക്ക് സിലീഷ്യ അല്ലെങ്കിൽ സിലിക്ക എന്നുള്ളതായത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ട് പൾസാറ്റിലെ ക്രോണിക്ക് സിലിക്ക വന്നു എന്നുള്ളതിൻ്റെ കഥ അങ്ങനെയാണ്. സാൻഡിൽ വളരുന്ന ചെടിയാണ് പൾസാറ്റില. ആ പൾസാറ്റിലെ ആ ചെടിയെ പിടിച്ചു നിർത്തി അതിനെ സ്റ്റഡിയാക്കുന്നത് വീഴാണ്ട് എത്തുന്ന സാൻഡാണ്, സിലിക്കാണ് ക്രോണിക്കായിട്ട് വരുന്നത്. മറ്റുള്ളവരെ പോലെ തനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ലാർക്ക്. എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ഒരു കാലത്ത് ലാർക്ക് പേഷ്യൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൗട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൗട്ടിൻ്റെ സ്കൂൾ ലീഡറായിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ലീഡർ തന്നെ ആക്കുന്ന സമയത്ത് ആ ഫൈനൽ മൂമെന്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആളെ പിടിച്ച് ഞാൻ ഫ്രണ്ടിൽ നിർത്തിയിട്ട് നീ പോയി പറഞ്ഞാൽ മതി. എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയത് വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞത്. സ്വയം എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് നിന്ന് മുക്താരൊക്കെ വളരെയധികം സർവീസ് കയറിയപ്പോഴും പോലും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടി, CMO പ്രൊമോഷൻ കിട്ടി, സൂപ്രണ്ടിലേക്ക് എത്തി. ആ സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് എൻ്റെ ഈ സ്റ്റേജ് ഫ്രൈറ്റ് ശരിക്കും മാറിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു സമയത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുന്ന സമയത്ത് ആകെ ഓഡിയൻസ് 5 വയസ്സായ സ്ത്രീകളെ ഉണ്ടായിരുന്നു. അവരോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞത് കൂടിയിട്ട് എനിക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റീഗെയിൻ ചെയ്തു. അതിനുശേഷം എനിക്ക് എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത ശേഷമാണ് എനിക്ക് ഇത്രയും ഫ്ലുവൻ്റായി ക്ലാസ് എടുക്കാൻ പറ്റിയത്. നമ്മൾ പ്രിപ്പറേഷൻ പോരാത്തത് കൊണ്ടും നമുക്ക് നോളേജ് ലെവൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് വരാത്തത്. അപ് ടു ഡേറ്റ് നോളേജ് നമുക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചും വേണം. അപ്പോൾ ലാർക്ക് എന്നുള്ള മരുന്ന് നമുക്ക് സ്വയം നമുക്ക് ഈ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. ഞാൻ ഇത് ലാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഹോമിയോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഒരു ക്ലർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അയാൾക്ക് ഇതേമാതിരി ക്ലാസ് എടുക്കേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും വരുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ അയാൾ ലീവ് എടുക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സുഖം 100% മാറ്റി തരാം, പക്ഷെ എനിക്ക് അവിടെ എൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലം, അവിടെ ഒരു ഫയൽ അവിടെ കിടക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഞാൻ ചെയ്തു തരാമെന്ന് അപ്പോൾ അയാൾ അതുമാതിരി കംപ്ലീറ്റ് ചെയ്ത് തരും. അയാളുടെ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊക്കെ ഞാൻ ഹോമിയോ മരുന്ന് കൊണ്ട് മാറ്റി. അതിൽ നമ്മൾ ലാർക്കും മിംലസിനും പുറമെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അർജിനിൻ നൈട്രിക് അമിൻ ജിൽസീനും. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പിന്നെ അയാൾ മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന സമയത്ത് പറഞ്ഞു, ഇപ്പം ഞാൻ ലീവ് എടുക്കാറില്ല, ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ പബ്ലിക്കിൽ. എൻ്റെ ഇപ്പോൾ മെയിൻ ഹാബിറ്റ് അത് തന്നെയാണ്, സ്വഭാവം അല്ലെങ്കിൽ എന്നെ മാറ്റാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിത് മാറ്റാം. ഞാൻ ഹോമിയോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഫുൾ ക്യാരക്ടറുള്ള സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ പഠിച്ചത് പോരാ എന്ന് പറഞ്ഞ് റോട്ടിൽ കൂടെ നടക്കുമ്പോഴും പുസ്തകം കയ്യിൽ കീനോട്ടും അല്ലെങ്കിൽ ഫിസിയോളജി ടെക്സ്റ്റൊക്കെ എടുത്ത് അങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് പഠിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. എക്സാമിനേഷൻ ഹാളിൻ്റെ ബെല്ലടിച്ചാൽ പോലെ ലാസ്റ്റ് മിനിറ്റ് ഒരു പുസ്തകം നോക്കിയ ശേഷം ഉള്ളിൽ പോകും. അത്രയും കോൺഫിഡൻസ് കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം എനിക്ക് മാറ്റാൻ പറ്റിയത് മരുന്നിൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, നമ്മുടെ സെൽഫായിട്ട് തന്നെ നമ്മളതിനെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് മാറ്റിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ലാർക്ക് എന്ന ഡ്രഗ് നമുക്ക് വളരെയധികം നമ്മുടെ പ്രാക്ടീസിൽ ഉപയോഗിക്കാൻ സാധിക്കും, പബ്ലിക്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. എത്രയോ ആൾക്കാരെ നമ്മളെ ജോബിന് പോകുന്ന ആൾക്കാരെ നമുക്ക് ഫുൾ കോൺഫിഡൻസ് ലാർക്കും മിംലസും കൂടെ കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് അവർ നല്ല രീതിയിൽ അവരെ പെർഫോം ചെയ്ത് നല്ല വിന്നറായിട്ട് അല്ലെങ്കിൽ ജോബ് കിട്ടിയതായിട്ട് ഒരു അനുഭവം പങ്കുവെക്കാതിരിക്കില്ല. അർജിനിൻ നൈട്രിക്കും ജിൽസിയും വേണമെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ ലാർക്ക് അതിനെ മറ്റുള്ളവരെ പോലെ തനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർ, ആത്മവിശ്വാസമില്ലാത്തവർ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് വിജയിക്കില്ല എന്ന് പറയുന്നവർ, അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഇവർ എന്തെങ്കിലും ഏൽപ്പിക്കാൻ പോയോ എനിക്ക് പറ്റില്ല, എന്നെ ഏൽപ്പിക്കണ്ട ഞാൻ അല്ലെങ്കിൽ അവർ എക്സ്ക്യൂസ് കാണും, ഞാൻ നാളെ ഇല്ല, എനിക്ക് വേറൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല, ഫെയിലിംഗ് ഓഫ് ഡിസീസ് വരെ ഉണ്ടാക്കും അവർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് സുഖമില്ലാത്ത മാതിരി തോന്നുന്നുണ്ട്, അതുകൊണ്ട് നാളെ എന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പോൾ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാവാത്തവരാണ് ശരിക്കും. അതിനുവേണ്ടി പ്രയത്നിക്കാത്തവർ, ഞാൻ ചെയ്തത് ശരിയാവില്ല എന്ന് പറയുന്നവർ. അപ്പം ഡെസ്പോണ്ടൻസി അതിൽ ഫസ്റ്റ് ഡ്രഗ് ലാർക്ക്. നെക്സ്റ്റ് ഈസ് പൈൻ, സ്വയം പഴിക്കുന്നവർ. പൈൻ എന്നുള്ള PIN, അവർക്ക് വിജയം കിട്ടിയാൽ ഇതിനേക്കാൾ നല്ലവണ്ണം ചെയ്യാമായിരുന്നു പറയുന്നവർ. അവർക്ക് എന്ത് ചെയ്താലും ഒക്കെ സക്സസ് ആണ്, പക്ഷെ പറയും അയ്യേ ഞാൻ കുറച്ചും കൂടെ പ്രയത്നിച്ചെങ്കിൽ ഇതിനേക്കാളും നന്നാവുമായിരുന്നു എന്ന് സ്വയം. അപ്പോൾ ഉള്ളതിൽ സാറ്റിസ്ഫാക്ഷൻ ഇവർക്കില്ല. ഈ പൈനുള്ള ഒരു ഡ്രഗ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. ഒരു ആശ്രമത്തിൽ ഒരു ഭാര്യയും ഭർത്താവ് KSIB വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളുടെ ഭാര്യയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്വാമിജിയോട് കാര്യങ്ങളൊക്കെ പറയും. സ്വാമിജി അവർക്ക് ഇതെല്ലാം മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു. അപ്പോൾ മന്ത്രദീക്ഷയൊക്കെ വാങ്ങി. അപ്പോൾ അവർക്ക് അതിനുശേഷം ശരി ഇത്രയും, അപ്പോൾ അതിനുശേഷം അവർക്ക് സ്വയം ഒരു സംശയം തോന്നി, ഞാൻ ഈ മന്ത്രദീക്ഷയ്ക്ക് അർഹനാണോ? ഇത്രയും കാലം ഞാനും പല പ്രശ്നങ്ങളിലൂടെയും ഫാമിലി പ്രോബ്ലത്തിലൂടെയും പല ഭർത്താവിനോടുള്ള ചില നീരസങ്ങളിലൂടെയൊക്കെ ജീവിച്ച് ഈ വയസ്സാം കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു ആത്മീയതയിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നേരാവണ്ണമല്ല ജീവിച്ചത് എന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ അതിന് അർഹയല്ല സ്വയം പറയാൻ തുടങ്ങി. അപ്പോൾ അത് അവർക്ക് വളരെ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അവർ. അപ്പോൾ ആ ആശ്രമത്തിൽ സ്വാമിജി ആ പേഷ്യൻറ്റിനെ എൻ്റെ അടുത്തേക്കാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്ത മെയിൻ ഡ്രഗ് തന്നെയായിരുന്നു, പൈനുള്ള ഡ്രഗായിരുന്നു. വിതിൻ മന്ത്സ് എന്നൊന്നും പറയണ്ട, ശരിക്കും വിതിൻ ഡേയ്സ് കൊണ്ട് തന്നെ അവർക്ക് ഈ ചിന്തയിൽ നിന്നൊക്കെ മാറി അവർക്ക് അതിൻ്റെ പോസിറ്റീവായ അവർക്ക് തോട്ട്സ് വരാൻ തുടങ്ങി. എനിക്ക് ഇനിയും കഴിഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, മുന്നോട്ട് പോവാൻ ഈ ആശ്രമത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് സാധിക്കും, അവരെ മന്ത്രദീക്ഷയിൽ സാധിക്കും എന്നവരൊന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സ അവസാനിപ്പിച്ചത്. സ്വയം പഴിക്കുന്നവർ, അവർക്ക് വിജയം കിട്ടിയാലും ഇതിനേക്കാളും നല്ലവണ്ണം ചെയ്യാമായിരുന്നു എന്ന് പറയുന്നവർ, കിട്ടിയ വിജയത്തിൽ സന്തോഷം തോന്നാത്തവർ, കിട്ടിയ വിജയത്തിൽ അവർ അയ്യേ ഇത് ശരിയല്ല, ഇതൊന്നും ഞാനൊരു 100% അല്ലെങ്കിൽ 110 ഒരു എക്സ്പെക്ട് ചെയ്തതാണ്, എനിക്ക് ഇത്ര കിട്ടുമ്പോൾ. തൻ്റെ പ്രവൃത്തി തനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്തവർ, താൻ സക്സസ് ആയാൽ അയ്യേ ഇത് ശരിയായിട്ടില്ല എന്ന് പറയുന്നവർ,
ഇവർ അധ്വാനശീലരാണ്, തൻ്റെ പ്രവൃത്തി തനിക്ക് തന്നെ ഹാനികരമാണെന്ന് പറയുന്നത്. ഇത് എനിക്കിനെ വലിയ ഗുണമൊന്നും ചെയ്യില്ല എന്ന്. അത് സക്സസ് ആയാലും അവരുടെ വായന വീഴുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ്. എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്ത കാര്യം എനിക്ക് തന്നെ അത് ഹാനികരമാണെന്ന് തോന്നുന്നത്. തൻ്റെ തെറ്റായ പ്രവൃത്തിയാണ് തനിക്ക് ദ്രോഹമുണ്ടാക്കിയത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് തൻ്റേത് തന്നെ പ്രവൃത്തി കൊണ്ടാണെന്ന് നനയ്ക്കുന്നവർ. മറ്റുള്ളവരെ ചെയ്ത കുറ്റങ്ങൾ പോലും ഇവർ പറയോ അയാളൊന്നല്ല ചെയ്തത്, എൻ്റെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സ്വയം പഴിക്കുന്നവരും ഈ പൈൻ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പൈൻ എന്നുള്ള ഡ്രഗ് നമ്മൾ ഡെസ്പയർ, നിരാശ, അതിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് രണ്ടാമത്തെ മരുന്ന്. ഇനി മൂന്നാമത്തെ മരുന്ന് ഈ LM എന്നുള്ള മരുന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഡെയിലി പ്രാക്ടീസിന് അങ്ങനെ അധികം വരാത്ത മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഒക്കേഷണൽ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരാണ് ഇവർ. നല്ല അധ്വാനശീലരാണ്, നല്ല പോസിറ്റീവായ ക്യാരക്ടർ ഉള്ളവരാണ്. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു നിസ്സാരമായ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരവിടെ വളർന്നു പോകും. അപ്പോൾ ഒക്കേഷണലായിട്ട് നിരാശയിലേക്ക് വീഴുന്നവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് എന്നുള്ള മരുന്ന്. നല്ല രീതിയിൽ അധ്വാനിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കുന്നു, എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് പറയുന്നവർ. പക്ഷെ ഇവർക്ക് വല്ലപ്പോഴും ഞാൻ ഈ പ്രവൃത്തി എനിക്ക് തന്നെ എടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ചിന്തിച്ച് നിരാശയിലേക്ക് പോകും. അപ്പോൾ ഞാനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അത് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തോന്നുന്നു, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് സ്വയം പഴിക്കുന്നവർ. ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ഒരു ടെമ്പററി, താൽക്കാലികമായിട്ട് ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഇത് വരുന്നത്. മനുഷ്യ സഹജമായ പ്രവൃത്തിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതൊന്നും മനുഷ്യനെ കൊണ്ട് പറ്റുന്നതല്ല, ഇത് എനിക്ക് പറ്റുന്നതല്ല എന്ന് സ്വയം ചിന്തിച്ച് പറയുന്നവരാണ് എന്നുള്ള മരുന്ന്. അപ്പോൾ ഇന്നത്തെ 7 ക്യാരക്ടറിൽ നമ്മൾ 5 പേര് എത്തി, ഇനി 2 ഉള്ളത്. ഇനി കുറച്ച് നമ്മൾ ടിപ്സ് പറഞ്ഞു തരാം. അല്ലെ, ഫസ്റ്റ് ടിപ്പ് ഞാൻ ഈയിടെ ഏതൊക്കെയോ ക്ലാസ്സോ ഏതൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് നമുക്ക് അലർജിക്ക് പറ്റിയ മരുന്ന്, നമുക്ക് അലർജി എന്ന് പറഞ്ഞാൽ കോമൺ വേർഡാണ് അല്ലേ, അത് തുമ്മലാവാം, പല കാര്യം അപ്പോൾ അതിന് പറ്റിയ മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചുകൊണ്ട് ബീച്ച് എന്നുള്ള മരുന്ന് ട്രൈ ചെയ്യാൻ നമുക്ക്. ഏത് തരം അലർജിക്കും ആ ബീച്ചിൻ്റെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം പറയുന്ന ഇൻടോളറൻസ്, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡസ്റ്റ് ആയാലും നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഡസ്റ്റ് അലർജി, ഡസ്റ്റ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബീച്ച് എന്നുള്ള മരുന്ന് ഇൻടോളറൻസ് എന്നുള്ളവിടെ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെയധികം അലർജിക് ബീച്ച് ഏത് തരം അലർജി ആയാലും ശരി, അർട്ടിക്കേറിയ ആയാലും ശരി, റെസ്പിറേറ്ററി അലർജി ആയാലും ശരി, ഫുഡ് അലർജി ആയാലും ശരി, ഏത് അലർജിക്കായാലും ഈ ബീച്ച് എന്നുള്ള മരുന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എലോങ് വിത്ത് എനി അതർ മെഡിസിൻസ് ഈ പ്രിസ്ക്രൈബ്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് തർക്കമില്ല. ബീച്ച് എന്നുള്ള മരുന്ന് നമുക്ക് കൊടുക്കാം. അതേമാതിരി അർട്ടിക്കേറിയ നമ്മൾക്ക് സ്കിൻ അലർജിക്ക് മെയിനായിട്ട് പ്രിസ്ക്രൈബ്, സ്കിൻ അലർജി അർട്ടിക്കേറിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ തുടങ്ങിയത് ഇതാണ്. അതിൽ നമുക്ക് വരുന്നത് ഇറിറ്റേഷൻ വരുന്നുണ്ട് അല്ലേ, സ്കിൻ അലർജി അർട്ടിക്കേറിയൊക്കെ വരുന്ന സമയത്ത് അതിന് ഇംപേഷൻ എന്നുള്ള മരുന്ന് കൊടുക്കാം. അത് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ഈ സ്കിൻ അലർജി വന്നു കഴിഞ്ഞാൽ. നമുക്ക് ആ സമയത്ത് ഇംപേഷ്യൻ്റ് കൊടുക്കാം, അഗ്രിമണി കൊടുക്കാം ആങ്സൈറ്റി എന്നുള്ളതിന്, പ്ലസ് യൂണിവേഴ്സൽ സ്കിൻ മെഡിസിൻ ഇതാണ് ക്രാബ് ആപ്പിൾ. അപ്പം 3 ഡ്രഗാണ് നമ്മൾ അർട്ടിക്കേറിയ എന്നുള്ള മരുന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വിത്തിൻ 24 hours അവർക്ക് നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇറിറ്റേഷനും ചൊറിച്ചിലും ആ മൈൻഡിൻ്റെ ഒരു അജിറ്റേഷനും കൂടിയിട്ട് വരുന്ന ഒരു സ്കിൻ അലർജി അല്ലെങ്കിൽ അർട്ടിക്കേറിയക്ക് ഈ ഒരു 3 മരുന്ന് ഒരു 2 hour 3 hour വീതം കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിനി
ബേൺസിന് എന്ത് മരുന്ന് കൊടുക്കാം? ബാഷർ റെമഡീസ് ഉള്ളതാണ്. ബേൺസിന് നമ്മൾ കൊടുക്കേണ്ട മരുന്ന് റെസ്ക്യൂ റെമഡിയാണ്. റെസ്ക്യൂ റെമഡി ഷോർട്ട് ഇൻ്റർവെൽ കൊടുക്കാം. ഷോർട്ട് ഇൻ്റർവെൽ കൊടുത്താൽ തന്നെ വിത്തിൻ അതൊരു 4-5 ഡോസ് കഴിയുമ്പോൾ തന്നെ വേണ്ടി വരില്ല, അപ്പോഴേക്കും തന്നെ അതിന് റിസൾട്ട് കിട്ടും. റെസ്ക്യൂ റെമഡി ലോഷനോ ഓയിൻമെൻറ്റ് ഉണ്ടാക്കുക. ആ ഓയിൻമെൻറ്റ് നമ്മൾ ആ ബേൺസ് സ്ഥലത്ത് അപ്ലൈ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേൺസിനെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. ബേൺസിന് ഉപയോഗിക്കേണ്ട മരുന്ന് റെസ്ക്യൂ റെമഡിയാണ്. ഈ റെസ്ക്യൂ റെമഡി ഓയിൻമെൻറ്റ് അവൈലബിൾ ആണോ എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ആമസോണിൽ അത് അവൈലബിൾ ആണ്. അതിൻ്റെ വില കണ്ടത് 3000 രൂപയാണ് ഞാൻ കണ്ടത്. അവരെന്തിനാ ഒരു ആമസോൺ സെയിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അല്ലാണ്ട് നമ്മുടെ ഹോമിയോ ഫാർമസിയിൽ കിട്ടുമെന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്നും എനിക്കൊരു മെസ്സേജ് ഇട്ട ഉപകാരമായിരിക്കും. അപ്പോൾ അവർ യൂസേജ് ചെയ്യേണ്ട പല സ്കിൻ അലർജിക്കും സ്കിൻ പ്രോബ്ലത്തിനും അത് ഉപയോഗിക്കുന്നതായിട്ടാണ് ഗൂഗിളിൽ ആമസോണിൽ ആ മരുന്നിൻ്റെ ഇതിൽ കണ്ടത്, അതിൻ്റെ യൂസേജ് കണ്ടത്. ഇനി നമുക്ക് കുട്ടികളിലെ ഹോമിയോ മെഡിസിൻസ് നമ്മൾ ഏതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ള അതിലേക്കാണ് പോകുന്നത്. എല്ലാ ഡിസീസിനും ഏതൊക്കെ മരുന്നാണോ വരുന്നത് അങ്ങനെ ഒരു 5-6 പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ പറയുന്നത്. വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് കുട്ടികളിൽ ചിലവർക്ക് പറയാം എനിക്ക് വിശക്കണില്ല, ഒരു കാരണവുമില്ലാതെ ഭക്ഷണം നിരസിക്കും എന്നുള്ളത്. ചില കുട്ടികൾക്ക് ചില ഭക്ഷണം എനിക്ക് ഇത് ഇഷ്ടമല്ല, ചിലവർക്ക് പറയും എനിക്കത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല. അതാ എങ്ങനെ ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ഭക്ഷണവും കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുട്ടികളിൽ കൊടുക്കാണ്ട് വളർത്തി വരുന്നവർക്കാണ് ഈ അവേർഷൻ ടു സർട്ടൻ ഫുഡ്സ് വരുന്നത്. അവേർഷൻ ടു സർട്ടൻ ഫുഡ്സ് കുട്ടികളിൽ ഒരു കാരണമില്ലാതെ ഭക്ഷണം നിരസിക്കുന്ന ഇവർക്ക് കൊടുക്കേണ്ട പ്രിസ്ക്രിപ്ഷനാണ് ഹോളി ആൻഡ് വില്ലോ. ഹോളി ആൻഡ് വില്ലോ എന്നുള്ള മരുന്നാണ്. വിശപ്പില്ലായ്മ കുട്ടികളിൽ വരുന്ന വിശപ്പില്ലായ്മ കൊടുക്കേണ്ട മരുന്ന്. ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് രവി എന്നൊരു കുട്ടി ഭക്ഷണകാര്യത്തിൽ ചിലത് കഴിക്കും, ചിലത് കഴിക്കില്ല. ചില ഭക്ഷണങ്ങളെ കണ്ടാൽ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അയാൾക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത് വില്ലോ ആൻഡ് ഹോളി TDS 3 നേരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു. 3 ദിവസത്തിൽ ഫലമുണ്ടാക്കാൻ സാധിച്ചു. ഇനി മുതിർന്നവരിൽ നമുക്ക് വിശപ്പില്ലായ്മ പറയുകയാണ്. വിശപ്പില്ലായ്മ പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടാകും. ചില മാനസിക പ്രശ്നങ്ങൾ കാരണം മുതിർന്ന വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കും. ശാരീരികമോ മാനസികവുമായ പ്രയാസങ്ങൾ കൊണ്ട് ഭയം, കഠിനാധ്വാനം, ഓവർ വർക്ക് ഇവ കാരണം മനസ്സിന് അനാവശ്യ ചിന്തകൾ, ടെൻഷൻ ഉണ്ടായ വിശപ്പില്ലായ്മ അനുഭവിക്കുന്നു. ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് വൈറ്റ് ചെസ്റ്റ്നട്ടും പ്ലസ് വാൾനട്ട്. ഇപ്പോൾ അഡൽട്സിൽ മുതിർന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് ഇൻ അഡൽട്സ് ഇസ് വൈറ്റ് ചെസ്റ്റ്നട്ട് ആൻഡ് വാൾനട്ട്. ഇതിൻ്റെ ഒരു കേസ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അജിത്ത് എന്ന് പറഞ്ഞ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ആൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. അയാളുടെ അച്ഛൻ ആയിരുന്നു ഹാപ്പിനെസ്സിനെല്ലാം കാരണക്കാരൻ. ഇപ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു, തൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം തന്നെ ഇല്ലാതായി എന്ന് അയാൾ ചിന്തിച്ച് അയാൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ വരാൻ തുടങ്ങി. ബിസിനസ്സിലെ ചില കാര്യങ്ങൾ തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന ചിന്ത അയാളിൽ ഭയമുണ്ടാക്കി. ജോലിക്കാരുടെ പ്രശ്നങ്ങൾ, ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, ഇൻസ്പെക്ഷൻ, എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്ന തോന്നൽ എന്നീ കാരണങ്ങൾ കാരണം അയാൾക്ക് മനസ്സിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് വന്ന ഈ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് നമ്മളെടുത്തത് വൈറ്റ് ചെസ്റ്റ്നട്ട്, മിമ്മലസ്, ആസ്പൻ പ്ലസ് വാൾനട്ട്. വാൾനട്ടിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ലിങ്ക് ബ്രേക്കറാണ് ശരിക്കും പറഞ്ഞാൽ. വാൾനട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്ത വാൾനട്ട്, അതായത് അഡോളസൻ ഏജിലേക്ക് പോകുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അവിടെ വരുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ മാറ്റിയെടുക്കുക, വാൾനട്ട് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറുന്ന ഒരു കുട്ടി ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോഴുള്ള അവർക്ക് ആ അറ്റ്മോസ്ഫിയറിൽ യോജിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ് വാൾനട്ട്. ഹോം സിക്നെസ് ഉള്ള ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാൾനട്ട്. ഇനി നമുക്ക് ആർട്ടിക്കേറിയ ഒക്കെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു. അതല്ലാണ്ട് വേറെ ഡോക്ടർമാരുടെ ചില പ്രിസ്ക്രിപ്ഷനാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ. ക്രാബ് ആപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്, പക്ഷെ അതിൻ്റെ കൂടെ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചെസ്റ്റ്നട്ട് ആൻഡ് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ അർട്ടിക്കേറിയയ്ക്ക് നമുക്ക് കൊടുക്കാം, സ്കിൻ അലർജിക്ക് കൊടുക്കാം. ഇനി പല്ല് മുളയ്ക്കുന്ന സമയത്തുള്ള അസ്വസ്ഥതയ്ക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട് ആൻഡ് അഗ്രമണി. വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട് ആൻഡ് അഗ്രമണി ക്യാൻ ബി പ്രിസ്ക്രൈബ്ഡ്
ഡെന്റേഷൻ പീരീഡിൽ നമുക്ക് കൊടുക്കാം. മെനോപാസ് പീരീഡ് നമുക്ക് എന്തായാലും നമുക്ക് ലാക്ടോസിസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോമിയോ മരുന്നിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എലോങ് വിത്ത് ഹോമിയോ മെഡിസിൻസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട് ആൻഡ് ക്രാബ് ആപ്പിൾ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മളെ ലേഡി ഡോക്ടേഴ്സിനൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട് ആൻഡ് ക്രാബ് ആപ്പിൾ. ഇനി ഡിസ്മെനോറിയ, വേദനയോട് കൂടിയ മാസം മുറയ്ക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ പ്ലസ് മിമ്മിലസ് നമ്മൾ പറയുന്നത് ആ ഒരു പീരീഡ്സ് വരുന്നതിൻ്റെ സമയത്തുള്ള ആ ഫിയർ, അയ്യോ എന്ത് തരം വേദനയൊക്കെ ഞാൻ അനുഭവിക്കുക എന്നുള്ള ആ ഒരു ഭയം കൂടെ, ഫിക്സഡ് ഫിയറും കൂടി ഉള്ളതുകൊണ്ട് മിമ്മിലസും കൂടെ ആഡ് ചെയ്യാം. ഇനി കണ്ണിലെ കുരു, സ്റ്റൈസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ ആൻഡ് ഇൻപേഷ്യന്റ്. വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ ആൻഡ് ഇൻപേഷ്യന്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ഡിസ്കഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റൈസിന് പറഞ്ഞ ഒന്നുകൂടെ പറയാ സാറേ. സ്റ്റൈസിന് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ പ്ലസ് ഇംപേഷ്യന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഒരു സ്റ്റൈസ് വരുമ്പോൾ ഒരു ഇറിറ്റേഷനും ഒരു ഇംപേഷ്യൻസും നമുക്ക് അനുഭവപ്പെടുമല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ഇംപേഷ്യൻ എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ. പിന്നെ ക്രാബ് ആപ്പിൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ കാരണം ഒരു സ്കിൻ പ്രോബ്ലം എന്നുള്ളത് കൊണ്ട്. വാൾനട്ട് നമുക്ക് അതിനെ ആ ലിങ്കിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്. വൈറ്റ് ചെസ്റ്റ്നട്ട് ഒരു ഇതെല്ലാ പ്രിസ്ക്രിപ്ഷനിലും ഇത് കാണുന്നുണ്ട്. വൈറ്റ് ചെസ്റ്റ്നട്ട് അത് ഞാൻ അടുത്ത കാലത്താണ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഡോക്ടർ DS ഓറ എന്ന് പറഞ്ഞ ഒരു ആളുടെ പ്രിസ്ക്രിപ്ഷനാണ് ഇത് ശരിക്കും പറഞ്ഞത്. ഇനി ബാഷർ ഒമ്നീസിന്റെ ഇതിന് 2 ക്ലാസ്സാണ് നിങ്ങളുടെ അഡീഷണൽ ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ തന്നെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി കുറേ പ്രിസ്ക്രിപ്ഷൻസ് നമുക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി വേണം. നമുക്ക് സംശയം ചോദിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നസീബ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറ് നമസ്കാരം. ഈ മൈഗ്രെയിൻ എന്തെങ്കിലും ബാച്ച് ഫ്ലവർ റെമഡീസ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? മൈഗ്രെയിൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് വെറും റെസ്ക്യൂ റെമഡി മാത്രം മതി. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിലയിലെ ക്ലാസ് എടുക്കുന്ന എനിക്ക് അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യുന്ന ചിലവർക്കൊക്കെ മറ്റെങ്ങനെ അയ്യോ തലവേദനിച്ചിട്ട് വയ്യ, മരുന്നൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് റെസ്ക്യൂ റെമഡി ഉണ്ടായിരുന്നു കയ്യിൽ. ഒരു മൈഗ്രെയിൻ ആണോ സാധാ ഹെഡേക്ക് ആണോ വേറെ അതാണോ നോക്കിയിട്ടില്ല. ഒരു 3-4 പ്രാവശ്യം 3-5 ഡോസ് ഞാൻ അടുപ്പിച്ച് കഴിക്കാൻ കൊടുത്തു. ഇതിന് ഒരു സെഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഒരു തലവേദന മാറിയുന്നത്. ഇപ്പോൾ റെസ്ക്യൂ റെമഡി മാത്രം മതി മൈഗ്രെയിനെ നമുക്ക് മാറ്റാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഇംപേഷ്യൻ്റ് ആണോ, ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ക്യാരക്ടർ ആണെങ്കിൽ അഗ്രിമണി എടുക്കാം. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം ക്യാരക്ടർ വെച്ചിട്ട്. അവരുടെ അതെങ്ങനെ സർ, പിൽസിലാണോ അതോ ഡ്രോപ്സ് ആയിട്ടാണോ, എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? പിൽസിലേ കൊടുക്കാറുള്ളൂ, ലിക്വിഡായി കൊടുത്തിട്ടേ ഇല്ല. ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാലോ അല്ലേ? കാരണം അക്യൂട്ട് ഡിസീസ് അല്ല, അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഒരു വിതിൻ ഹാഫ് ആൻ അവർ 1 അവർ മാറ്റണം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും നമുക്ക്. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 5 ഡ്രഗ്സ് ആണ്. അതാണ് കാര്യം അതിൽ വരുന്നത്. അത്രയും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എമർജൻസി ഇതിലൊക്കെ നമുക്ക് റെസ്ക്യൂ റെമഡി കൊടുക്കാൻ പറ്റും. മൈൻഡ് കാംനെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസിന് തീർച്ചയായിട്ടും ശമനം കിട്ടും. നമുക്ക് ഈ നമ്മുടെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ നമ്മൾ റെസ്ക്യൂ റെമഡി TDS ആയിട്ട് കൊടുക്കും. 1 മാസം കിടക്കേണ്ട രോഗികൾ 15 ദിവസം കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തും. നമ്മൾ അവരുടെ മെന്റൽ മേക്കപ്പിനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പോയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായി മാറി ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരുടെ ഫിസിക്കൽ ഡിസീസിനെ ക്യൂർ ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് വേഗം മാറ്റാൻ പറ്റും. അവരുടെ മെഡിക്കൽ ബില്ലും കുറയ്ക്കാൻ പറ്റും നമുക്ക്.
ബോത്ത് ദ പേഷ്യന്റ് ആൻഡ് ദി ബൈസ്റ്റാൻഡർക്കും ഈ റെസ്ക്യൂ റെമഡി കൊടുക്കണം. സാറേ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ ആ. മൈഗ്രെയിൻ ഫ്രീ എവറി മന്ത് അല്ലെങ്കിൽ ഒന്ന് വെയിലടിച്ചാൽ മൈഗ്രെയിൻ വരിക, അങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ട് എനിക്ക്. എത്ര പല പല ഹോമിയോ ഡോക്ടേഴ്സ്, പ്രഗത്ഭരായിട്ടുള്ള ഹോമിയോ ഡോക്ടേഴ്സ്, അലോപ്പതി, ഈ ആയുർവേദം എന്ത് കഴിച്ചിട്ടും ഒരു വ്യത്യാസം പോലും ഇല്ലാത്ത. അപ്പം ഇങ്ങനത്തെ കേസിൽ ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ റെമഡി കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഇങ്ങനെ പ്രിവെന്റീവ് ആയിട്ട് മീൻസ് ഡെയിലി ഈ റെസ്ക്യൂ റെമഡി കൊടുത്താൽ എന്തെങ്കിലും ഒരു റിലീഫ് ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ടോ? പറ്റും. നമ്മൾ ആദ്യം ഒരു മാസം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ നമുക്ക് ബേസിക് ഡ്രഗ് ആയിട്ട് നമുക്ക് വരുന്ന മൈഗ്രെയിൻ്റെ ഡ്രഗ് നമ്മൾ ഏതാ സെലക്ഷൻ ചെയ്ത് കിട്ടുന്നുള്ളതിൽ നിങ്ങൾ 15 മിനിറ്റ്സിൽ പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കും. നാട്രമോർ, സീറോബാർബണ, ഗ്ലോണോയിൻ, സീറോബാറോ, ജെൽസീമിയോ, സാങ്കിനിയോ ഏതാണ് സെലക്ഷനിൽ വരുന്ന വെച്ചാൽ അതിന്റെ സീറോബാർ പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കും ഒരു മാസത്തേക്ക്. തീർച്ചയായിട്ടും അത് റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളിപ്പോൾ 10 50 നമുക്ക് കൊടുത്തിങ്ങനെ മറ്റേ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അതായത് മില്ലിസ്മിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഹയസ്റ്റ് പൊട്ടൻസിയാണ് നമുക്ക് 50 മില്ലിസ്മിൽ. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഇല്ല. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷനിലേക്ക് ആദ്യം തന്നെ പോകാൻ നമുക്ക്. ഓക്കെ, ഇത് ഞാൻ TDS ആയിട്ട് കൊടുത്ത് നോക്കട്ടെ 1 മന്ത്. ഞാൻ എന്തായാലും സാറിന്റെ അടുത്ത് വിവരം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഡോക്ടർ നസീബ, ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ ചോദിക്കാം. ഡോക്ടർ മംഗള ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഈ വല്ലാണ്ട് നുണ പറയുന്ന ക്യാരക്ടേഴ്സിന് എന്താ ഡോക്ടർ കൊടുക്കുക? ഓരോ സെന്റൻസിലും എന്തെങ്കിലും നുണ ഉണ്ടാവും, അതുപോലെ നുണ പറയുന്നത്. അതെയോ, ഓക്കെ. അവർക്ക് വാൾനട്ട് എന്നുള്ള മരുന്ന് ട്രൈ ചെയ്യാം. വാൾനട്ട് ഓക്കെ ഡോക്ടർ. ഹാബിറ്റ് ബ്രേക്കർ ആണത്. അത് ലിങ്ക് ബ്രേക്ക് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റാൻ. അതൊരു TDS ആയിട്ട് കൊടുത്ത് ഒരു 15 days കഴിഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്യും, നേരിട്ട് വിളിക്കും. എങ്ങനെ ഡോക്ടർ? 50 days 15 ദിവസം 3 നേരം വെച്ച് കൊടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ ഡോക്ടർ. ഓക്കെ, ഇനി അടുത്തതാരാണ് ചോദിക്കുന്നത്? ഡോക്ടർ മറിയാമ്മ ജോണാണ് അടുത്തത് സംശയം ചോദിക്കാനായി എത്തിയിട്ടുള്ളത്. മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. സാറേ ഒരു സംശയം ചോദിക്കാന്ന് വെച്ചാൽ നമ്മളീ 2ഉം 3ഉം മെഡിസിൻസ് ഒരുമിച്ച് കൊടുക്കാമല്ലോ. കൊടുക്കാം. അപ്പൊ നമ്മൾ പിൽസിൽ മെഡിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാ എത്ര ഇപ്പൊ ഒരു 1 gram എടുത്താൽ നമ്മൾ എത്ര ഡ്രോപ്സ് വീതം ഒഴിക്കണം? 1 gram എത്ര ഡ്രോപ്സ്? ഒരു സിംഗിൾ റെമഡി ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 10 ഡ്രോപ്പ് ആണെങ്കിൽ 3 ഡ്രോപ്സ് തൊട്ടിട്ടാണ്. എല്ലാ മെഡിസിനും 3 ഡ്രോപ്പ് വീതം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഈ അല്ലാതെ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുമ്പം എത്ര ഡ്രോപ്പ് വരെ കൊടുക്കാം? മാക്സിമം 1 or 2 ഡ്രോപ്സ് അത്ര തന്നെ വേണം. റെസ്ക്യൂ റെമഡി ഒക്കെ ആണെങ്കിലും നമ്മൾ മാക്സിമം അതിനെ 1 or 2 ഡ്രോപ്സ് ഒരു 1/4 cup ഓഫ് വാട്ടറിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ കഴിക്കാൻ പറ്റും. സാർ അപ്പൊ 1 ലിറ്ററിൽ 10 തുള്ളി നിന്ന് പറഞ്ഞില്ല, അത് അങ്ങനെ 1 ലിറ്റർ 10 തുള്ളി ഒഴിച്ച് കൊടുക്കാല്ലേ അല്ലേ? കൊടുക്കാം. വെള്ളത്തിൽ മരുന്ന് എത്രത്തോളം ഡയലൂഷൻ നടക്കുന്നുണ്ട് അത്രത്തോളം അതിന് പവർ കൂടുകയുള്ളൂ. താങ്ക് യു സാർ. ഓക്കെ മറിയാമ്മ ഡോക്ടറെ, ഇനി ആർക്കാണ് സംശയം ചോദിക്കാനുള്ളത്? ഇന്നൊരു പേഷ്യന്റ് വന്നതേ, നേരത്തെ ഒരിക്കലും വന്നിട്ടുണ്ട്. പുള്ളിക്ക് കുറച്ചൊരു അലർജിയുടെ ഇച്ചിരി സൈനസൈറ്റിസ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വെറുതെ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ഇട്ട് മൂക്ക് കൊണ്ട് വലിച്ച് എപ്പോഴും അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കും. ഹെമ്മാൻ ഹാക്ക് കൊണ്ട് മൂക്ക് കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കും, മൂക്കടപ്പെന്നും പറഞ്ഞ്. അങ്ങനെ പോയി പുള്ളി ഓരോരുത്തർ പറഞ്ഞ് കുറെ മരുന്നുകൾ കഴിച്ച് അവസാനം സെപ്റ്റൽ ഡീവിയേഷൻ ആണെന്നും പറഞ്ഞ് ഇപ്പോ സെപ്റ്റ ഓപ്പറേഷനും ചെയ്തു. അപ്പൊ രൂപയും ഒരുപാടായി, കണ്ടമാനം മരുന്നും കഴിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ പ്രശ്നമായിട്ട് പുള്ളി വീണ്ടും വന്നിട്ടുണ്ട്.
അപ്പൊ അതൊരു ഇംപേഷ്യന്റ് സാർ കേട്ടിട്ട് ഇംപേഷ്യന്റ് കൊടുത്തു നോക്കിയാലോ, പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെ കൊടുക്കാം സാർ? ഇംപേഷ്യന്റ് ആദ്യം കൊടുത്തു, ഇംപേഷ്യന്റ് കൊടുത്ത് ക്രാബ് ആപ്പിൾ ആ ഇത് രണ്ടും കൂടെ ട്രൈ ചെയ്തു. പ്ലസ് റെസ്ക്യൂ റെമഡി എന്തായാലും കൊടുക്കും, കാരണം ഒരു കോൺഫിഡൻസ് വരട്ടെ. ആ പിന്നെ മറ്റേ ഈ അലർജിയുടെ ഇത് വേണോ സാർ നേരത്തെ പറഞ്ഞേ? അലർജിയുടെ മെഡിസിൻ ബീച്ചും കൊടുത്തോളൂ. ബീച്ചും ഇൻടോളറൻസ് ഉള്ളതുകൊണ്ട് കൊടുക്കാം. ഈ ബീച്ചും ഇംപേഷ്യനും ക്രാബ് ആപ്പിളും കൂടെ പ്രിസ്ക്രിപ്ഷൻ, റെസ്ക്യൂ റെമഡിയും അനന്തര പ്രിസ്ക്രിപ്ഷൻ. അത് 2 TDS ആയി കഴിക്കട്ടെ. ആ നോക്കാം, നോക്കിയിട്ട് പറയാം അടുത്ത പ്രാവശ്യം. എല്ലാവരും നാളത്തെ കോൺഫറൻസിനും പോകാനാ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അതാണ് അതിന് കിട്ടാത്തത് അല്ലേ? അതാണ് ഇപ്പൊ അതാ അടുത്തയാൾ വന്നിട്ടുണ്ട്. എന്നാലും പിന്നെ കുറെ പേരൊക്കെ പോയി, കുറെ പേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, കുറെ പേര് ഓൺ ദ വേ ആണ്, കുറെ പേര് നാളെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ട് ഇന്ന് ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. ഡോക്ടർ അജിമോള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് സാറേ. പറയാം. എച്ച് പൈലോറി കണ്ടീഷന് ഏത് മെഡിസിൻ കൊടുക്കാൻ പറ്റും? എന്താണ്? എച്ച് പൈലോറി, കേട്ടില്ല. എച്ച് പൈലോറിക് ഇല്ലേ, വയറിലെ ഇൻഫെക്ഷൻ. ഓക്കെ. അതിന് നമ്മളെ ഈ ഡിസീസ് പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പ്രിസ്ക്രിപ്ഷൻ നടക്കില്ല. അപ്പൊ അവര് ക്യാരക്ടർ അതുകൊണ്ടുള്ള അവർക്ക് എന്താണ് ഭയങ്കര ആങ്സൈറ്റി ആണോ, ഫിയർ ആണോ, ഇംപേഷ്യന്റ് ആണോ എന്നുള്ള ഒരു ക്യാരക്ടർ കിട്ടാൻ പറ്റുമോ നോക്കാം. അവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട മരുന്ന് വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുക്കണം, ക്രാബ് ആപ്പിൾ വേണം, ഇംപേഷ്യന്റ് കൊടുക്കണം. ഇത് 3 TDS ആയി കൊടുത്തിട്ട് എന്നെ ഒന്ന് വിവരം പറയും. ശരി സാർ, താങ്ക് യു. ഓക്കെ. ഈ വൈറ്റ് ടെസ്റ്റ് വരാൻ പ്രിസ്ക്രിപ്ഷൻ, ബേസിക് പ്രിസ്ക്രിപ്ഷൻ വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ആലോചിച്ച് എന്റെ ഒരു ആൻസർ ആണ്. എല്ലാവർക്കും ഇത് ഞാൻ സൂക്കയുടെ കാരണം പെർസിസ്റ്റന്റ് തോട്ട്സ് വരുന്നതുകൊണ്ടാണ് ആ ഇത് ചെയ്യണം പറയുന്നത്. എന്താണ് പെർസിസ്റ്റന്റ് തോട്ട്? അതെ, ഞാൻ ഡിസീസ്ഡ് ആണ്, എനിക്കിത് അസുഖം മാറില്ല, അല്ലെങ്കിൽ എത്ര കണ്ടു എന്നുള്ള ആ ഒരു വിചാരം എപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് വൈറ്റ് ടെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ വരുന്നത്. ഇതല്ലാതെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ പെർസിസ്റ്റന്റ് തോട്ട്. അതാ പറയാ, ഈ ഉറക്കമില്ലാത്തവർക്ക് വൈറ്റ് ടെസ്റ്റ് ഇട്ട് കൊടുക്കണം പറയാനത്, പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ പറഞ്ഞ അതാ കാരണം. നീ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മറിയാമ്മ ഡോക്ടർ വീണ്ടും സംശയമായിട്ട് എത്തിയിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. സാറേ, ഒരു 5 വയസ്സ് കഴിഞ്ഞ കൊച്ചാണ്, UKG-ല്. അതൊക്കെ വായിക്കത്തില്ല, അടങ്ങിയിരിക്കത്തില്ല, വായിക്കത്തില്ല. പക്ഷെ നോക്കി നല്ല ക്ലിയർ ആയിട്ട് എഴുതും. പിന്നെ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്, സംസാരത്തിന് ക്ലിയർ ആകത്തില്ല. 5 വയസ്സിൻ്റെ അടുത്താണ് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. മൊബൈൽ ഭയങ്കര അഡിക്ഷനാണ്, മൊബൈൽ മാറ്റിയിട്ടൊരു പരിപാടിയില്ല. എന്തിനും, ഭക്ഷണം കഴിക്കുന്നതിനും വെറുതെ ഇരുന്നാലും മൊബൈൽ വേണം. അത് മാറ്റാനും പറ്റുകയില്ല, പിടിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. ഇനി TV-യിലാണെങ്കിലും വലിയ വയലൻ്റ് ആയിട്ടുള്ള കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പാട്ട് പാടാനും പറയാനും സ്ഫുടം അല്ലെങ്കിലും അതിനൊന്നും ഒരു മടിയില്ല. പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ടീച്ചേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്, സംസാരം ക്ലിയർ അല്ല എന്നുള്ളതും വായിക്കുന്നില്ല എന്നുള്ളതുമാണ് കംപ്ലൈൻറ്റ്. അവർക്ക് സിറാറ്റോ, ചിക്കറി, ഹോൺബീൻ കൊടുക്കണം. സിറാറ്റോ, ചിക്കറി, ഹോൺബീൻ കൊടുത്തിട്ട് ഒരു TDS കൊടുത്തിട്ട് ഒരു 1 മന്ത് കഴിക്കട്ടെ. ലാസ്റ്റ് എന്താ പറഞ്ഞു? ഹോൺബീൻ, ചിക്കറി, ഒന്നുകൂടെ ഹോൺബിൻ. HORNBEN. അതെ, HORNBEN, ഹോൺബീൻ. സെറാറ്റോ നമുക്ക് സംസാരത്തിന്റെ, ചിക്കറി
ചിക്കറി അത് നോക്കണം കറക്റ്റായിട്ട് അതിന്റെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. ചിക്കറി ഈ മറ്റേ റീഡിങ് റൈറ്റിംഗ് ബ്രെയിൻ സ്ട്രെങ്ത്തിനൊക്കെ പറ്റിയ മരുന്നുകളാണ്. ആ. എന്ത് കണ്ടാലും കണ്ടോണ്ട് എഴുതും. പിന്നത് എഴുതാൻ പറഞ്ഞാൽ പറ്റത്തില്ല, വായിക്കത്തുമില്ല. അപ്പൊ ഇത് കൊടുത്തു നോക്കാം സാറേ. ഞാൻ ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല. അവേർഷൻ ടു റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് വേറെ പ്രത്യേകിച്ച് പറയണ്ടേ, നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. താങ്ക് യു സാർ. ഓക്കെ, നസീബ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിച്ചോളൂ ഡോക്ടർ. സാറേ, ആ. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവര് ഓരോ തെറാപ്പി പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. ഒരു 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, എന്റെ റിലേറ്റീവ് ആണ്. അപ്പം കുറച്ച് മൈൽഡ് അല്ല, കുറച്ച് മോഡറേറ്റ് ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവരെ ക്യാരക്ടർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടാവോ നമുക്ക് ഇങ്ങനത്തെ അവരുടെ ആക്കി എടുക്കാൻ? സ്പീച്ച് ഡെവലപ്മെന്റ് കുറവല്ലേ അവർക്ക്? സ്പീച്ച് ഡെവലപ്മെന്റ് കുറവല്ലേ ഓട്ടിസം അതെ പേഷ്യന്റ്? അതെ മറ്റേ നമ്മൾ സംസാരിക്കുമ്പോ റിപ്പീറ്റേഷൻ ആണ്, അതായത് എക്കോലാലിയാണ് കൂടുതൽ. പറയണ എന്തും പറയും, ചിന്തിച്ചിട്ടൊന്നും പറയത്തില്ല. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൽ ആക്ട് ചെയ്യണ ചില 2-3 മരുന്നുണ്ട്. ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നുള്ളത് എടുത്തിട്ട് അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ. ഞാനത് പെട്ടെന്ന് ഓർമ്മ വരണില്ല, 1 മിനിറ്റ് പറയാം. അവർക്ക് ചെസ്റ്റ്നട്ട് ബഡ് കൊടുക്കാം, ചിക്കറി കൊടുക്കാം. ചിക്കറി ചെസ്റ്റ്നട്ട് ബഡ് സിറാറ്റോ. അത് മിക്സ് ചെയ്തിട്ടാണോ അത് സെപ്പറേറ്റ് ആണോ സാറേ? മിക്സ് ചെയ്തിട്ട്. ഓക്കെ. 1 gram പിൽസിലേക്ക് ഓരോന്നും 2 drops 3 drops വെച്ചിട്ട് മതിയല്ലേ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇനിയപ്പോ നമുക്ക് കൂടുതൽ സമയമില്ല. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പം പറഞ്ഞ കേസിന് സിങ്കം മറ്റും കൂടെ കൊടുക്കായിരിക്കും അല്ലേ സാറേ? തിരിച്ച് അതേപോലെ തന്നെ പറയുന്നതിന് റെപ്പിറ്റേഷൻ സിങ്കം മറ്റ് ഹൈ കൊടുക്കാൻ പറയണം. 10 mg കൊടുക്കാൻ പറയണം. നമ്മള് ഇസ്മൈൽസായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണ 10 mg മോർണിംഗ് ആൻഡ് നൈറ്റ് കൊടുത്തിട്ട് 15 days ഇന്റർവെല്ലിൽ റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറയും. ഡോക്ടർ നസീബ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മോർണിംഗ് ആണോ സാർ സിംഗമേറ്റ് കൊടുക്കാൻ? നല്ല സാർ എന്തായിരുന്നു പറഞ്ഞത്? നൈറ്റ് ആണ്. മോർണിംഗ് 1 ഡോസ്, നൈറ്റ് 1 ഡോസ്, 2 ഡോസ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് 15 days കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാലേ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ വരാൻ നമുക്കറിയാൻ പറ്റൂ, കുറച്ച് അടുത്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഗ്യാപ്പിൽ. സാറ് സാധാരണ ഒരു ഡോസിനെ 10 ആക്കും, എന്നിട്ട് അതിൽ നിന്ന് അങ്ങനെ രീതിയാണ് സാറിന്റെ. അങ്ങനെയും കണ്ടപ്പോ ഞാൻ പറഞ്ഞ അതേമാതിരി പ്രിസ്ക്രിപ്ഷൻ സാറിന്റെ 15 days ഇന്റർവെല്ലില് 2 ഡോസസ് 3 months എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഡിവൈഡഡ് ഡോസ് ആയിരിക്കും അല്ലേ മാഡം? സാറ് ഒരു ഡോസ് എന്ന് പറയുമ്പോൾ ഒരു ഡോസിനെ 10 ആക്കും. അത് ഷുഗർ ഓഫ് മിൽക്കിൽ തന്നെ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പാർട്ടാണ് രാവിലെയും വൈകിട്ടുമായിട്ട്. സേട്ട് സാറിന്റെ രീതി അങ്ങനെയാണ്. അതേമാതിരി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ മദ്രാസിലെ ഡോക്ടറുണ്ടായ ഡോക്ടർ കോപ്പിക്കർ എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ പ്രിസ്ക്രിപ്ഷൻ 1 mg ആയാലും 10 mg ആയാലും TDS ആണ്. ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മോർണിംഗ് 1 ഡോസ്, ആഫ്റ്റർനൂൺ 1 ഡോസ്, നൈറ്റ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ച സമയത്ത് ഫസ്റ്റ് ഡോസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ 2nd ഡോസ് വർക്ക് ചെയ്യും.
ഇനിയിപ്പോൾ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൊടുത്തിട്ട് അത് ഓവർ ഡോസ് ആയെങ്കിൽ തേർഡ് ഡോസ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന പറയുന്നത്. എക്സസ് മെഡിസിൻ കഴിച്ചതിന്റെ ആക്ഷനെ കുറയ്ക്കുന്ന തേർഡ് ഡോസിൽ നിന്നാണ് ഡോക്ടറുടെ കോപ്പിക്ക എന്നുള്ള ഫേമസ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ. അതൊരു 1 ഡ്രോപ്പ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? അതിന്റെ ഈ കാര്യം പറഞ്ഞത് സാർ ഓട്ടിസത്തിനാണോ സാറേ? അൺമ്യൂട്ട് ആയിപ്പോയി. സാറേ ഈ unmute 1 ചെയ്യണം. ഡ്രോപ്പ് 1 ഡ്രോപ്പ് ഡോക്ടറുടെ മ്യൂട്ട് ആയിപ്പോയി ഡോക്ടറെ. നസീബ ഡോക്ടർ. ഓട്ടിസത്തിന് വേണ്ടിയിട്ടാണോ ഈ രാവിലെ ഉച്ചക്കോ വൈകിട്ടുള്ള ഈ മെഡിസിൻ കൊടുക്കുമെന്ന് പറഞ്ഞത് സാറ്? അല്ല, ഇത് ഞാനൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞു. കോപ്പിക്കർ എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയാണ്. സ്റ്റൈല് പറഞ്ഞതാണ്. ഓരോ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ സ്റ്റൈൽ. റിസൾട്ട് ഉണ്ടാവണം അത്രേ വേണ്ടി. ഞാൻ പറഞ്ഞത് ക്രമേണ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും മെഡിസിൻ എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഈസി മെത്തേഡ് 15 മില്ലിസിമിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക. റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അധികം പ്രൊലോങ് ചെയ്ത് ചികിത്സയ്ക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നോക്കാം. ഒക്കെ നിങ്ങൾ സൾഫർ, ഗ്രാഫൈറ്റീസ്, സെപ്പിയ ഇതെല്ലാം 15 മില്ലിസിമിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ്. ഓക്കെ, ഡോക്ടർ സാർ പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ആർക്കും സംശയം ചോദിക്കാനില്ലാത്ത സാഹചര്യത്തില് നമുക്ക് 27 ക്ലാസ് നിർത്താൻ ഏകദേശം സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണേഷൻ. സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. കാരണം അത്രയ്ക്ക് നമുക്കൊന്നും അറിയാതിരുന്ന ഒരു ബാക്ക്ലർ റെമഡി ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാനൊരു കഴിവ് തന്നത് സാറിൻ്റെ ഈ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു കേസ് വരുമ്പോൾ ആദ്യമേ ബാക്ക്ലർ റെമഡിയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു മരുന്നിൻ്റെ കൂടെ അതും കൂടെ കൊടുത്തിരിക്കും. അത് ഭയങ്കരമായൊരു ആക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സാർ ഇന്ന് ഒരു കേസ് ക്രാബ് ആപ്പിൾ കൊടുത്തിട്ട് മുഖത്തെ കറുപ്പ് വരെ കുറഞ്ഞു. അങ്ങനൊരു വലിയൊരു ഗുണം കിട്ടി. ഇന്ന് ഞാനൊരു കേസിന് അത് കൊടുത്തു വിട്ടിട്ടുമുണ്ട്, സ്കിൻ കംപ്ലൈൻറ്റിന്. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് സാറിൻ്റെ ഈ നല്ല ക്ലാസ് മൂലമാണ്. ഇനിയും ഈ ക്ലാസ്സുകൾ വീണ്ടും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൂടുതൽ ബാക്ക്ലർ റെമഡി ഞങ്ങൾക്ക് അറിവിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് സാറിന് IFPHൻ്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നാളത്തെ ദിവസത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ഓക്കെ, നന്ദി മറിയാമ്മ ഡോക്ടറെ. അപ്പോ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എനിക്ക് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് നാളെ പോകാൻ റെഡിയായിരിക്കുകയാണ്. നിങ്ങളും എല്ലാവരും അവിടെ എത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്ന് 1853 ദിവസത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ താജ് വിവാന്തയിൽ. ഓക്കെ, ബൈ.